രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. നീ എന്താ വിചാരിച്ചേ? മിന്നാരം കാണിച്ചതിനെ പറ്റിക്കാന്നോ? പതിവില്ലാത്ത സ്നേഹം കൊണ്ട് വന്നപ്പോഴേ എനിക്ക് കത്തി മോളെ നീ പണി തരാനുള്ള പുറപ്പാടാണെന്ന്. അതുകൊണ്ടാ ബുദ്ധിപൂർവ്വം ഞാൻ നിന്റെ ഫോണിന്റെ ക്യാമറ ഓഫാക്കി വെച്ചത്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. ഇവിടെ തന്നെ ഇരിക്കണേ. അല്ല, കുഴപ്പമില്ല, എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ ചായ എടുത്തിട്ട് വരാം. ശരിയാക്കി തരാം. എന്റെ മൊബൈലിൽ ഫുൾ വീഡിയോ കിട്ടി. പക്ഷേ എനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നീ എന്നും ജയിക്കാന്ന് കരുതണ്ട. അയ്യോ, എനിക്കിതൊന്നും ഒരു വിജയമായിട്ട് തോന്നില്ല മാനസ. ഒരു രസകരമായിട്ടുള്ള തമാശയായിട്ട് തോന്നുള്ളൂ. നീ നോക്കിക്കോ, ഞാൻ വെച്ചിട്ടുണ്ട്. ഈ വെച്ചിട്ടുണ്ടെന്ന് പറയാതെ എന്താണെന്നും കൂടി പറ. എന്നാലല്ലേ എനിക്കൊരു ഉത്സാഹം കാണൂ. ഏത് ഞാനേ മര്യാദക്ക് ഇവിടെ എങ്ങാനും ഒതുങ്ങി കൂടി കഴിഞ്ഞേനെ. അപ്പൊ നീ തന്നെയാണ് പുതിയ അടവായിട്ട് വന്നത്. അതെ, ഈ പെൺബുദ്ധി പിൻബുദ്ധിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണിപ്പൊ സംഭവിച്ചത്. ഇപ്പൊ വീണ്ടും താൻ തന്നെ സംശയത്തിന്റെ നിഴലായില്ലേ? ആ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും ഇവിടെ എല്ലാരും അത് വിശ്വസിക്കും. അത് മതി. നീ ചിരിക്കടാ, ഇഷ്ടം പോലെ ചിരിക്ക്. ഒരു ദിവസം എനിക്ക് വരും. മാനസ, എനിക്കിപ്പൊ എന്റെ നിലനിൽപ്പാണ് പ്രധാനം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. നീ എന്ന് എന്നോടൊപ്പം വരുന്നോ അന്ന് ഞാൻ ഇവിടുന്ന് പോകും. ഒരിക്കലും നടക്കാത്ത സ്വപ്ന നീ ഇപ്പൊ പറഞ്ഞത്. ദേ, വെറുതെ എന്റെ പിന്നാലെ നടന്ന് ജീവിതം കളയാതെ നീ പോ നോക്ക്. എന്റെ പൊന്ന് മാനസ, ഇല്ല, എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് തന്റെ ഒപ്പം തന്നെ ആയിരിക്കും. പിന്നെ ഇന്ന് താൻ കാരണം എനിക്ക് കുറച്ചുകൂടി ഇവിടെ ഒരു സ്വാതന്ത്ര്യം കിട്ടി. താങ്ക് യു. എല്ലാവരും വിളിച്ചു കൂട്ടിട്ട് സ്വയം ചെറുതാവേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന മനസ്സ. സുനിലേട്ടാന്നുള്ള തന്റെ വിളി കേട്ട് തുടങ്ങിയപ്പോഴേ ഞാൻ സംശയിച്ചത്. അതുപോലെ തന്നെ സംഭവിച്ചു. എന്നാ ശരി, ആ പുതിയ അടവ് വല്ലതും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി കൊണ്ടുവാ. ഞാൻ റെഡിയാ. എന്റെ മാനസക്കുട്ടി സൂര്യ,